ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മണിച്ചോളവും അരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയോണേ അതെനിക്ക് ഫ്ലോപ്പായിപ്പോയി. ഇപ്രാവശ്യം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയോണേ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അത് ഞാൻ എങ്ങനെ ഇട്ടേന്ന് മെഷർമെൻറ്റ് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. അഥവാ ഇന്നലെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാമേ. അയ്യോ, വീഡിയോ ഓണല്ലായിരുന്നു. ചില സമയത്ത് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രസ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ഞാൻ ഈ കടലക്കകത്ത് ഇത്തിരി വെള്ള വട്ടാണയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് സവാളയും മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കടല അങ്ങ് കുറച്ച് വിസിലടിച്ച് നന്നായി വേവിച്ചെടുത്തു. എന്നിട്ട് കടല ഒന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി തണുത്തതിന് ശേഷം കുറച്ച് തേങ്ങ, അരമുറി തേങ്ങയൊന്നുമില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും ആ മാറ്റി വെച്ച കടലയും കൂടെ അരച്ച് ഇതിൻ്റെ അകത്ത് ചേർത്ത്, എന്നിട്ട് ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം പിന്നെ കടുക് വറുത്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കടലക്കറി ഞാൻ ഇന്ന് ഇങ്ങനെ വെച്ചത്. ഞാൻ ഇഡലിയും ഉണ്ടാക്കി, മസാല ഇഡലിക്കായിട്ട്. അപ്പോൾ ഇഡലിയും നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ദോശ കട്ടി കുറച്ച ദോശയാണ് ഉണ്ടാക്കിയത്. ചൂടോടാണെങ്കിൽ നല്ല മുരുമുരായിരിക്കും, തണുത്ത് കഴിഞ്ഞാൽ അത് ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആവും. ഇന്നലെ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ 1 ഗ്ലാസ് ജവാർ, ഹിന്ദിയിൽ ജവാർ എന്ന് പറയും, മലയാളത്തിൽ മണിച്ചോളം, അതും 1 ഗ്ലാസ് മണിച്ചോളവും കുറച്ച് ഉലുവായും കൂടെ അതിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 1/2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും, രണ്ടും ഇങ്ങനെ സെപ്പറേറ്റാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അരയ്ക്കുമ്പോഴും ഇത് ഇച്ചിരി നന്നായി ഒന്ന് അരച്ചിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയൊക്കെ അരച്ചത്. പിന്നെ അരയ്ക്കാൻ നേരം ഞാൻ പിന്നെ അവലോ ചോറോ അരച്ചില്ല. അന്ന് ഞാൻ അവലും അരച്ചായിരുന്നു. അപ്പോൾ ഒത്തിരി സോഫ്റ്റ് പോലെ ഒത്തിരി ഫെർമെൻറ്റേഷൻ പോലെ ആയായിരുന്നു. അപ്പോൾ എനിക്കത് ഇഡലി ഉണ്ടാക്കിയിട്ടും അത് ഫ്ലാറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്നുണ്ടാക്കി ഇഡലി കണ്ടില്ലേ, ഇതേ മെഷർമെൻറ്റിൽ എടുത്തിട്ട്. അപ്പോൾ ഞാനിത് കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കി. അപ്പോൾ അതൊന്ന് ഷേക്ക് ചെയ്തെടുക്കട്ടെ. ഇടയ്ക്കെങ്ങാണം ഉണ്ടെങ്കിൽ അത് ആദ്യം ഞാനിങ്ങനെ തവിയും കൊണ്ട് ഇളക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചോ ഫ്ലോപ്പ് ആയല്ലോ എന്ന്. അത് ഞാൻ എങ്ങനെയാലും ഞാനത് ശരിയാക്കി എടുക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞാൽ. ഫ്ലോപ്പായെന്നും പറഞ്ഞ് വിട്ട് കളഞ്ഞാൽ ഒക്കത്തില്ലല്ലേ. കാരണം ഈ നമ്മുടെ മണിച്ചോളവും റാഗിയൊക്കെ ഇപ്പം നമുക്ക് ശരീരത്തിന് നല്ലതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ റാഗിയപ്പം ഉണ്ടാക്കിയോണേ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ജൂലി പറഞ്ഞ് എനിക്ക് വേണ്ട. പക്ഷേ നമുക്ക് അത് ടേസ്റ്റ് വ്യത്യാസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ അയണൊക്കെ നല്ലതാണ് ഈ റാഗിക്കകത്ത്. കുഞ്ഞുങ്ങൾക്കൊക്കെ പണ്ട് കൊടുക്കുന്നത് അതല്ലായിരുന്നു. ഇത് കണ്ടോ, എൻ്റെ റേച്ചാൻ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇങ്ങനെയുള്ള കുറേ കുസിനത്ത് പണികൾ കൊണ്ടുവരും. അപ്പം ഞാൻ ഇന്ന് വാഷിങ് ചെയ്യാൻ നേരം തുണികൾ ഇത്തിരി കൂടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങിതാ ഞാൻ ചെയ്യാമെന്ന്. ഞാൻ അപ്പം ചിന്തിച്ച് ഒരു പാൻ്റെ കണ്ണ് എടുത്തുകൊണ്ട് പോയി വാഷിംഗ് മെഷീൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനായിരിക്കുമെന്ന്. അപ്പം ബക്കറ്റും കൊണ്ട് അകത്തോട്ട് പോയിട്ട് എന്നിട്ട് ഭയങ്കര സൗണ്ട് ഇങ്ങനെ. അപ്പം ഞാൻ ചിന്തിച്ചിട്ട് വെള്ളം അവിടെ പോയി എന്തോ ചെയ്യുക വന്നോണ്ട് എന്തോ ബക്കറ്റിൻ്റെ അകത്ത് ഇത് കിടന്ന് കറങ്ങുന്ന സൗണ്ടായില്ലേ, വാഷിംഗ് പോലെ കറങ്ങുന്നേ. ഞാൻ ചോദിച്ചു ഇതെന്തുവാ, ഇതെന്നാ വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അന്നേരം അത് തുണി ഇടുന്നതിന് മുമ്പിട്ട് അത് കറങ്ങുന്നുണ്ടായിരുന്നു. 1-2 തുണികൾ ഇടാം. ഞാൻ പറഞ്ഞ റേച്ചാൽ എന്താ തലേക്കടെ വണ്ടി ഓടുന്നോ, നോക്കിയുണ്ടേ തുണി ഇട്ടുണ്ടേ അതങ്ങ് മറിഞ്ഞങ്ങ് പോവാം. ഞാൻ പറഞ്ഞ് ഈ എടുത്ത ഷോക്കേസ് വെച്ചേക്കാം. എത്ര രൂപയാണെന്ന് വെച്ചാൽ 200 പറഞ്ഞു. ഉള്ളയാണോ സത്യമാണോ എനിക്കറിയത്തില്ല. ഇങ്ങനെ ആ റേച്ചാൻ്റെ ചില സമയത്തെ സ്വഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, വെറുതെ പിന്നെ കളയും. ഈ ചൈന മാർക്കറ്റിൽ നിന്ന് എവിടുന്നേലും ആയിരിക്കും. കാണാൻ രസമാണ്, അത് പ്ലെയിനായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്, നന്നായിട്ട് സോപ്പെല്ലാം അലിയുന്നുണ്ട്. അപ്പോൾ തുണികളെല്ലാം ഞാൻ കഴുകി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ വിരിക്കാനുള്ളതെല്ലായിടത്തും ഒന്ന് പാർട്ടാക്കി എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് സാമ്പാറാണ് ഇന്ന് വയ്ക്കുന്നത്. സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഞാനിതൊന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ തീ ഓണാക്കിയില്ല, ഇപ്പോഴാണ് ഞാൻ തീ ഓണാക്കിയേ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ പൊടികൾ. എന്നിട്ട് പൊടികളൂടെ ഈ വെജിറ്റബിൾസിൻ്റെ അകത്ത് ചേർത്ത്
പുളിവെള്ളവും എല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അങ്ങനെ 2 വിസിലടിക്കും, 2-3 വിസിൽ. ഞാനിപ്പോൾ തുമര കഴുകിയപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അരി കഴുകിയിട്ട് ബോട്ടിൽ വെള്ളം പിടിച്ചില്ലേ, അപ്പോൾ പലർക്കും അതൊരു സംശയമായിരുന്നു, എന്തിനാ ഞാൻ ബോട്ടിൽ വെള്ളം പിടിച്ച് വെച്ചതെന്ന്. അങ്ങനെ കമൻറ്റിൽ ചിലർ ചോദിച്ച്, അഖിൽ എന്നെ കളിയാക്കി, ചേച്ചി ഞാൻ ചിന്തിച്ചു ചേച്ചി വെള്ളം ബോട്ടിലെടുത്തിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാനായിരിക്കുമെന്ന്. അതെന്നെ കളിയാക്കിയതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനതേ ചെടിയായിട്ടൊന്നുമില്ല, ഒരു കറ്റാർ വാഴ ഇത്തിരി പനിക്കൂർക്കയുണ്ട്, അതിനൊഴിക്കാനായിരുന്നു. അപ്പോൾ ചിലർ ചിന്തിച്ചാണ് ഞാൻ എന്തിനാ ഈ എടുത്ത് വെക്കുന്നതെന്ന്. നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇത് ചെടിക്ക് ഒഴിക്കാനാണ്, പിന്നെ ഞാൻ പറഞ്ഞില്ല. ചിലർ നമ്മൾ ഈ പറയുന്നതും ചെയ്യുന്നതെന്ന് കാണത്തില്ല, സ്കിപ്പടിച്ച് പോവും. ചിലർ സ്കിപ്പടിക്കാതെ പോവും. അങ്ങനെ ആയപ്പോൾ കണ്ടുപിടിച്ചതാണ്. അപ്പം ഞാനാണെങ്കിൽ പുളിവെള്ളം, ഞാൻ പറഞ്ഞില്ല ഈ പുളിക്കകത്ത് നല്ല തരി മണലുണ്ട്. ഞാനൊന്ന് അരിച്ചിട്ടാണ് അതിനെ എടുത്ത് വെച്ചത്. എന്നിട്ട് ഞാൻ ആ പൊടികൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് ഈ പുളിവെള്ളം കൂടെ ഒഴിച്ച് അടപ്പത്തൊന്ന്, ഇവിടെ ആകുമ്പം കഷ്ണങ്ങൾ ഇത്തിരി വേവണം, അറിയാമല്ലോ എല്ലാവർക്കും. പിള്ളേർക്ക് അല്ലെങ്കിൽ ഇവന്മാരെടുത്ത് മാറ്റി വെക്കുകയും, അതുകൊണ്ട് കുറച്ചൊക്കെ വെന്തങ്ങ് പോകും. ഒത്തിരി അങ്ങ് പായസം പോലെ ആവത്തില്ല, എത്രയൊക്കെ അങ്ങ് അകത്തി എല്ലാമോ അത്രയും ചെല്ലട്ടെന്നുള്ള അർത്ഥത്തിൽ ഇത്തിരി വേവിച്ച കൊടുക്കുന്നത്. ഇന്ന് കഷ്ണങ്ങളൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു. ഞാനിപ്പോൾ സാമ്പാർ വെക്കുന്നതിൻ്റെ അന്ന് പിറ്റേ ദിവസം ദോശ ഇഡലി അങ്ങനായിരിക്കും, കാരണം സാമ്പാർ കൂട്ടി കഴിക്കാമല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഞാനിതിന് ഇച്ചിരി കടുക് കൂടെ വറുക്കുന്നുണ്ട്. അതിൻ്റെ ആ തണ്ടേ ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ മറിഞ്ഞ് വീഴും ഈ കടുക് വറുക്കുന്ന പാത്രം. അപ്പോൾ ഇന്ന് കടുക് വറുക്കാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കടയിൽ നിന്ന് ഞാൻ നോക്കിയെടുത്തല്ലോ, മേളി ഇങ്ങനെ വലിയ ഉള്ളിയായിരുന്നു കിടന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കിയുടനെ കുഞ്ഞു ഉള്ളി, ഒന്നാതെ കൊച്ചുള്ളി പൊളിക്കാൻ എല്ലാവർക്കും മടിയാണ്. അപ്പം ഞാൻ നോക്കിയുടനെ അതിനേക്കായി പൊടി ഇതിൻ്റെ അകത്തിരിക്കുന്നത്, എങ്ങനെ ഇനിയും പൊളിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനേ ഈ പാൻ എന്താണെന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയേ. ഈ കറിവേപ്പില എനിക്ക് ഇപ്പം ഈ പാത്രത്തിൽ എളുപ്പം ഇടുമ്പം ചിലപ്പം ഇത് കയറും, പുക ഒത്തിരി കയറും. അതുകൊണ്ട് ഞാൻ ഇത്തിരി അങ്ങോട്ട് മാറ്റിയിട്ടാണ് കറിവേപ്പില ഇട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കങ്ങനെ സമയം കിട്ടുമ്പോൾ ആ കൊച്ചുള്ളി ഇരുന്ന് പൊളിച്ച് ഒരു ഡബ്ബയിലാക്കി വെക്കണം, അല്ലാതെ സമയത്ത് നമുക്ക് പൊളിക്കാതിരുന്നാൽ നമുക്ക് ആകെ ഇതാവും. പേഷ്യൻസ് വേണമല്ലോ എല്ലാവർക്കും കൊച്ചുള്ളി പൊളിക്കാൻ. അപ്പം ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല മണമാണ്. ഇന്ന് മീൻ വെട്ടുന്നതൊന്നും കാണിച്ചില്ല, മീൻകറി വെക്കുന്ന മീനെല്ലാം ഞാൻ വെട്ടി കഴുകിയെടുത്തു. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ സൺഡേലത്തെ ഇത്തിരി വീഡിയോയും കാണിക്കുന്നുണ്ട്. നല്ലൊരു സിമ്പിൾ ഊണ്. രാത്രി ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിൽ സ്നാക്സ് അത് കഴിച്ചിട്ട് വരും. രാത്രി മിക്ക ദിവസവും ഇവന്മാർ സൺഡേ ദിവസം വൈകിട്ട് പറയും നമുക്ക് ഫ്രൈഡ് റൈസ് വാങ്ങിക്കാം, നൂഡിൽസ് വാങ്ങിക്കാം എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു ഇന്ന് വാങ്ങിക്കുന്നില്ല, ഞാൻ പറയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് നമുക്ക് ചൂടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ ഇവന്മാർ പറയും ആഴ്ച ഒരു ദിവസം ഞങ്ങൾക്ക് ഇതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ റീച്ചാൻ അങ്ങ് വാങ്ങിക്കും. അപ്പോൾ അരപ്പ് തിളച്ചുണ്ടെ ഞാൻ ഈ മീനൊക്കെ ഒന്ന് പറക്കിയിട്ട് കൊടുക്കട്ടെ. ആ സൺഡേയിലുണ്ടാക്കിയ ഊണ് നമ്മൾ എത്ര ചിക്കനോ മട്ടനോ നോൺ വെജോ എന്തോ ഉണ്ടെങ്കിലും അത്രയും ടേസ്റ്റ് വരത്തില്ല നമ്മൾ ഈ ചമ്മന്തി ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പം. ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടേ പോൾമോനോട് പറഞ്ഞു, പോൾമോനെ വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, മമ്മി ചമ്മന്തി അരച്ച് മുട്ടയും പൊരിച്ച്. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി എന്നാൽ ബിരിയാണി റൈസ് കൂടെ ഉണ്ടാക്കുന്നു. എനിക്ക് പക്ഷേ ബിരിയാണി റൈസ് ഇഷ്ടമല്ല അതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഞാൻ ബിരിയാണി റൈസ് ഉണ്ടാക്കി തരാമെന്ന്. എന്നിട്ട് അവൻ പറ ഒരു മോരുകറിയും കൂടെ ഉണ്ടാക്കണേ. ഞാൻ പറയടാ ഇതിൻ്റെ കൂടെ ആരാടാ മോരുകറി ഉപയോഗിക്കുന്നത്? അവൻ പറഞ്ഞു എനിക്ക് വേണമെന്ന്. അങ്ങനെ അവർക്ക് ചപ്പാത്തിയും സാമ്പാറും കൂടെ കൊടുത്തു. അപ്പം മീനൊക്കെ തിളയ്ക്കുന്നു. ഉച്ചയ്ക്ക് ചപ്പാത്തിക്കാരെല്ലാം കഴിച്ചിനി ഞാനേ ഉള്ളു കഴിക്കാൻ, അത് കുറേ കഴിയട്ടെ. അനു ഇന്ന് നേരത്തെ വന്നു. ഇപ്പോൾ അനു ഇച്ചിരി നേരത്തെ വരും. നേരത്തെ 2 മണിയായിരുന്നു, കാരണം
അവളുടെ ഹസ്ബൻഡ് നേരത്തെ ചെയ്തിരുന്ന ജോലി അവിടുത്തെ കോൺട്രാക്റ്റായിരുന്നു. അപ്പം കോൺട്രാക്റ്റ് വർക്കായിരുന്നു. അപ്പോൾ അത് തീർന്നു. അപ്പം അവളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ വരും. അപ്പം അവൾ നേരത്തെ വരും. അപ്പോൾ നേരത്തെ വന്നവൾ. അപ്പോൾ മീൻകറിയൊക്കെ ഇവിടെ ഇപ്പം റെഡിയായി. അപ്പോൾ ഇനിയും കാണിക്കുന്നത് ഞായറാഴ്ചത്തെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇത്രയായിരുന്നു വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അന്ന് വൈകുന്നേരം ആയണേ ഇവർ വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പറഞ്ഞു വേണ്ട വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവൻ പറഞ്ഞോണ്ടേ ആദ്യം അങ്ങ് മോരുകറി ഞാനങ്ങ് തയ്യാറാക്കി. അവൻ പറഞ്ഞില്ലേ എനിക്ക് ഇച്ചിരി മോരുകറിയും കൂടെ വേണമെന്ന്. പിന്നെ ഞാൻ ചിന്തിച്ചു ഞാനല്ല പിന്നെ ആരാ അവർക്കുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ജോലി പരിപാടി. നമ്മൾ സൺഡേ വരുമ്പോഴേ നമ്മൾ ആകെ ക്ഷീണിച്ചാണ് വരുന്നത്. ഒരു 4 മണിയാകുമ്പം വരും. പിന്നെ വൈകുന്നേരം എണീറ്റാണ് ഞാനിതെല്ലാം ചെയ്തത്. അപ്പോൾ എനിക്ക് വയ്യായിരുന്നു. പിന്നെ ഇവനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ട ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഈ മോരുകറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി ചൂടോട് ഉപയോഗിക്കുമ്പം അത് അത്ര തിക്നെസ് കാണത്തില്ല. തണുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ അത് ഇത്തിരി തിക്കാവത്തുള്ളൂ. അപ്പോൾ ഞാൻ മോരുകറി വെച്ചിട്ട് അവൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ബിരിയാണി അരി മതിയെന്ന്. അത് നേരം കുക്കറിൽ അങ്ങോട്ട് വെച്ചാൽ മതി, പെട്ടെന്നാവും. ഈ ഇവിടങ്ങളിലുള്ളവരെല്ലാം അങ്ങനല്ലേ അന്നേരം അല്ലേ ഉണ്ടാക്കി കഴിക്കുന്നത്. അതങ്ങോട്ട് കുക്കറിലോട്ട് ചോറിടും, അതനുസരിച്ച് വെള്ളം വെക്കും, ഒറ്റ വിസിൽ ചോറ് റെഡി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി ഇടുവാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 വിസിൽ. അപ്പം അരിയൊന്ന് ഞാനൊന്ന് കഴുകിയിടട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചമ്മന്തി. പക്ഷേ കൊച്ചതിന് എൻ്റെ പ്രീസം മോന് ചമ്മന്തി അത്ര ഇഷ്ടമല്ല. പോൾമോന് ഞാനിത് പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞു അയ്യോ മമ്മി ഇത് മതി മമ്മി. അവന് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. അതുപോലെ മുളക് ഉള്ളിയൊക്കെ അരിഞ്ഞ് മുളക് പൊടിയും വെളിച്ചെണ്ണയും പുളിയൊക്കെ ഞെവിടി ഒരു ഇതുണ്ടാക്കും. അതും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചമ്മന്തിക്ക് ഇങ്ങനെ കൊച്ചുള്ളി അരിയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ആരുടെ വീഡിയോയിലാണോ എന്തോ മാങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങാ ചമ്മന്തിയൊക്കെ. ഒരു പ്രാവശ്യം ഞാൻ മാങ്ങ ഇല്ലാഞ്ഞ് നമ്മുടെ ഇരുമ്പമ്പുളി ഇട്ട് ചമ്മന്തി അരച്ച് നല്ലതായിരുന്നു. അപ്പം ഞാൻ ചമ്മന്തിയും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്നില്ലേ നമ്മുടെ പൊതിച്ചോറിൻ്റെയൊക്കെ കൂട്ടായിരുന്നു. ഇലയിൽ ഉണ്ടാക്കിയില്ലെന്നേ ഉള്ളായിരുന്നു, അല്ലാതെ ടേസ്റ്റ് അല്ലാതെ നല്ലതായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് കൂടുമ്പം എന്നും ഇതുപോലായിരുന്നെങ്കിൽ. കാരണം അവന് നാട്ടിലത്തെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടം അവന്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോ മുട്ട ഇങ്ങനെ പൊരിച്ചെടുത്ത്. ഇവിടെ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ ഉള്ളിയൊക്കെ ചേർക്കണമെന്നുള്ള ഇതൊന്നുമില്ല, പ്ലെയിനായിട്ട് കലക്കി ഉപ്പും ചേർത്തെടുത്താലും മതി. നമ്മളൊക്കെ ആണെങ്കിൽ തേങ്ങയും സവാളയൊക്കെ അരിയത്തില്ലേ, അതൊന്നും വേണമെന്നില്ല ഇവിടെ. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യണേ, കമൻ്റ് ഇടണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ വരും, അതുകൂടെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ വരും ലെഫ്റ്റ് സൈഡിൽ. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അപ്പം ഞാൻ മുട്ടയും പൊരിച്ച് ചമ്മന്തി അരച്ച് മോരുകറി താണ്ട് എനിക്ക് ഒത്തിരി കഴിഞ്ഞിട്ടാണ് അതൊന്ന് കട്ടിയായത്. അപ്പം ചമ്മന്തിയും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. സുഭിക്ഷം. റീസമോൻ പിന്നെ ബിരിയാണി അരി ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അത് കൂട്ടി അവന് കൊടുത്ത്. അവന് ചമ്മന്തിയോട് അവന് അത്ര താല്പര്യമില്ല. മീൻകറി താണ്ട് ഇത്രയും ഉണ്ടായിരുന്നു. പോൾമോനോട് വേണോടാന്ന് ചോദിച്ചോണ്ടെങ്കിൽ അവൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ കൊച്ചിന് മീൻ വേണ്ട, ചാറ് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വാരി കൊടുത്തു. എന്നാലും വാലിൻ്റെ അവിടെ എടുത്തിട്ടേ മീൻ കൊടുക്കുവാണെങ്കിൽ പിന്നെ ഞാൻ വാരി കൊടുക്കും. അവന് പേടി, ഈ മുള്ള് എന്തെങ്കിലും അവനൊരു ഇച്ചിരി അങ്ങനെ പോയി കാണും എന്നേലും, അതായിരിക്കും അവന് ഇത്ര പേടി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അത്താഴം അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അതാണ്ട് ഈ കാണുന്ന ചെടിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്തുവാന്ന്? പൂ കാണാൻ എന്ത് രസമുണ്ട് നോക്ക്. ഇത് നമ്മുടെ ചർച്ച് അവിടെ ഒന്ന് പ്രയറിന് പോകണേ, അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കണ്ടോണ്ടേ എനിക്കൊരു കൗതുകം തോന്നി, ഞാൻ എടുത്തതാണ്. ഒരു സ്റ്റിക്കായിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.